മോർണിംഗ് വോയ്സ് എന്ന പ്രതിദിന വചനധ്യാന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഉലകത്തിൻ പാപത്തെ നീക്കുവാൻ ഉടലെടുത്തൂടി വന്നവൻ, ഉയർത്തവൻ മൂന്നാം ദിനം ഉയർത്തെഴുന്നു വാനിപ്പോയവൻ, ഉയർത്തെഴുന്നു വാനിപ്പോയവൻ. പാപിക്കു മറവിടം യേശു രക്ഷകൻ, പാരിതിൽ വന്നു ജീവൻ തന്നവൻ. ഇന്ന് നമ്മോട് ധ്യാനചിന്ത പങ്കുവയ്ക്കുന്നത് സുശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയ്സിൻ്റെ പ്രിയ ശ്രോതാക്കൾക്ക് ദൈവനാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിക്കുവാൻ വീണ്ടും സന്തോഷിക്കുന്നു. നാം അറിയുന്നതുപോലെ കഴിഞ്ഞ അനേക നാളുകളായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിലൂടെ നാം ഒരുമിച്ച് കർത്താവിൽ ശരണപ്പെട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഇന്ന് ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ നിന്നുള്ള രണ്ടാമത്തെ ചിന്തയിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ചിന്തയിൽ ഓർമ്മിപ്പിച്ചതുപോലെ ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൽ തുടങ്ങുന്നത് ബാബേൽ ഗോപുരത്തിൻ്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ്. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെയുള്ള വാക്യങ്ങൾ വായിക്കാനായിട്ട് ഞാൻ നിങ്ങൾക്ക് ശുപാർശ ചെയ്യുന്നു. ഇന്ന് അല്പനിമിഷങ്ങളിലെ ചിന്തയ്ക്കായിട്ട് ബാബേലിലെ മനുഷ്യനും അതേപോലെ ഏദനിലെ മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസമൊന്ന് പ്രധാനമായിട്ടുള്ളത് മാത്രം ചൂണ്ടിക്കാണിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുക. നമുക്കറിയാം, ബാബേലിലെ മനുഷ്യൻ്റെ പ്രത്യേകത അത് വളരെ കലുഷിതമായിട്ടുള്ള കലക്കത്തിൻ്റെ സ്ഥിതിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. എന്നാൽ ഏദനിലെ മനുഷ്യൻ്റെ പ്രത്യേകത പാപം പ്രവേശിക്കുന്നതിന് മുൻപുള്ളതാണ് ഞാൻ പറയുന്നത്. അവന് ദൈവികമായ സന്തോഷവും ദൈവികമായ സാന്നിധ്യവും അനുഭവിക്കുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. നോക്കുക, ഞാനിങ്ങനെ പറയാം. ഏദനിൽ ദൈവിക സംസർഗം ആസ്വദിച്ച മനുഷ്യനിൽ നിന്ന് ഒരുപാട് വ്യത്യസ്തനാണ് ബാബേലിലെ മനുഷ്യൻ. ഏദൻ എന്ന പേരിൻ്റെ അർത്ഥം ഒന്ന് ശ്രദ്ധിച്ചാട്ടെ. ഏദൻ എന്ന പേരിൻ്റെ അർത്ഥം ഉല്ലാസമെന്നും പ്രകാശമെന്നുമാണ്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം. ഏദൻ എന്ന പേരിൻ്റെ അർത്ഥം ഉല്ലാസമെന്നും പ്രകാശമെന്നുമാണ്. എന്നാൽ ബാബേൽ എന്ന പേരിൻ്റെ അർത്ഥമോ അത് അലങ്കോലമെന്നും കലക്കമെന്നുമാണ്. അലങ്കോലം, കലക്കം, ഇടകലർന്നത് തുടങ്ങിയ അർത്ഥങ്ങളാണ് ബാബേൽ എന്ന പേരിന് അർത്ഥമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. നമുക്കറിയാം, പാപത്താൽ അശുദ്ധനാകുന്നതിന് മുൻപ് ഏദനിലെ മനുഷ്യന് ദൈവസന്നിധിയിൽ ഉല്ലാസമുണ്ടായിരുന്നു. അവൻ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ വസിച്ചിരുന്നു. എത്രമാത്രം അനുഗ്രഹീതമായ ഒരു ചിത്രമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുക. ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിലേക്ക് വരുമ്പോൾ സ്വർഗത്തിലെ ദൈവം മനുഷ്യനെ തേടി വരുന്ന ചിത്രം നാം കാണുന്നുണ്ട്. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ഹൃദ്യമായ ബന്ധം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിൻ്റെ പ്രകാശം അവൻ അനുഭവിച്ചിരുന്ന, ദൈവത്തിൻ്റെ കൂട്ടും കൂട്ടായ്മയും ദൈവസന്നിധിയുടെ ഉല്ലാസവും അവൻ അനുഭവിച്ചിരുന്ന ഒരു ചരിത്രം പിന്നാമ്പുറങ്ങളിൽ നമുക്ക് കണ്ടെത്തുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ ഇതാ ബാബേലിലേക്ക് വരുമ്പോൾ ആ പേരിൻ്റെ അർത്ഥം പോലെ തന്നെ അലങ്കോലപ്പെട്ടതായിട്ട്, കലക്കമുള്ളതായിട്ട്, ഇടകലർന്നതായിട്ട്, താറുമാറായ ഒരു ജീവിതത്തിലേക്ക് മനുഷ്യൻ കൂപ്പുകുത്തുന്ന ചരിത്രമാണ് കാണുവാൻ സാധിക്കുക. ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം ഞാൻ താങ്കളെ വായിച്ചു കേൾപ്പിക്കട്ടെ. ഇങ്ങനെയാണ് നമ്മൾ 9-ാം വാക്യത്തിൽ കാണുന്നത്. സർവഭൂമിയിലെ ഭാഷ യഹോവ അവിടെ വെച്ച് കലക്കിക്കളയുകയാൽ അതിന് ബാബേൽ എന്ന് പേരായി. യഹോവ അവരെ അവിടെ നിന്ന് ഭൂതലത്തിലെങ്ങും ഛിന്നിച്ചു കളഞ്ഞു. ഇവിടെ ഇതാ ഭാഷ കലക്കപ്പെട്ടവരായി, ഭൂതലത്തിലെങ്ങും ചിതറിപ്പോകുന്നവരായി, ചിന്നിപ്പോകുന്നവരായി നമുക്ക് കാണുവാൻ കഴിയുക. മനുഷ്യൻ ദൈവത്തിൽ നകന്നപ്പോൾ
ദൈവത്തോട് മത്സരിച്ചപ്പോൾ, ദൈവത്തിൻ്റെ പദ്ധതികൾക്ക് അവൻ്റെ സൂത്രപ്പണികൾ കൊണ്ട് തടസ്സം സൃഷ്ടിക്കുവാൻ ശ്രമിച്ചപ്പോൾ എന്തുമാത്രം ദാരുണമായിട്ടുള്ള, ചിതറപ്പെടുന്ന, ചിഹ്നപ്പെടുന്ന, കലക്കം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് അവൻ മാറ്റപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, പാപത്താൽ അശുദ്ധനാകുന്നതിന് മുൻപ് ഏദനിലെ മനുഷ്യന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉല്ലാസവും പ്രകാശവും ഉണ്ടായിരുന്നെങ്കിൽ, പാപത്തിൻ്റെ ഇരുട്ടും ദുഃഖവും പേറുന്ന മനുഷ്യൻ ബാബേലിൽ കലക്കവും അലങ്കോലവും നിറഞ്ഞ ജീവിതത്തിൻ്റെ ഉടമയായി ഉഴലുന്ന ചരിത്രമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ദൈവത്തെ വിട്ടകലുമ്പോൾ ജീവിതത്തിൽ കലക്കമുണ്ടാകും, ജീവിതം അലങ്കോലപ്പെട്ടതായി തീരും, ജീവിതത്തിൻ്റെ കുത്തഴിഞ്ഞ പുസ്തകം പോലെ ക്രമം കെട്ടതായി തീരുമെന്നുള്ളത് മറക്കുവാൻ പാടുള്ളതല്ല. ദൈവിക ക്രമം പ്രതിഫലിക്കേണ്ടുന്ന ജീവിതം താളപ്പിഴകളുടേതായി തീരും എന്നുള്ളത് മറക്കരുത്. അത് വളരെ ദാരുണമായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ സന്തോഷിപ്പിക്കുന്ന ഒരു ചിന്ത, പാപത്തെ ഉപേക്ഷിച്ച് ദൈവത്തിൻ്റെ വ്യവസ്ഥിതികൾക്കനുസരിച്ച് തിരികെ വന്നാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തകർന്ന, അലങ്കോലപ്പെട്ട, ഇടകലർന്ന, കലങ്ങി മറിയുന്ന ജീവിതത്തെ നേർവീതിയിലേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ്. അങ്ങനെ ദൈവസന്നിധിയിൽ നേരെയായി തീരുമ്പോൾ, ക്രിസ്തുവിലൂടെ പാപമോചനം പ്രാപിക്കുമ്പോൾ, ജീവിതത്തിലുള്ള പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ദൈവസന്നിധിയിൽ നേരെ ജീവിക്കുമ്പോൾ, ആ ജീവിതത്തിൽ ദൈവത്തിൻ്റെ പ്രകാശം നിറയുന്നത് അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. ഇന്ന് ഈ ഒരു ചോദ്യം ഹൃദയത്തിൽ നിന്ന് ഉണ്ടാകാനായിട്ടിടയായിത്തീരണം. ഞാൻ ജീവിക്കുന്നത് എവിടെയാണ്? ഞാൻ ജീവിക്കുന്നത് കലക്കമുള്ള, ചിതറപ്പെട്ട, ദൈവസന്നിധിയിൽ കുറ്റമുള്ള, ദൈവസന്നിധിയിൽ താളപ്പിഴകളുള്ള ബാബേലിലാണോ? അതോ ദൈവത്തിൻ്റെ പ്രകാശവും ദൈവത്തിൻ്റെ സന്തോഷവും അനുഭവിക്കുന്ന ഏദനിലാണോ എന്ന് ചിന്തിക്കാനായിട്ട് സാധിക്കണം. ഏദനിലേക്ക് തിരിച്ചു വരാം, ദൈവത്തിൻ്റെ കൂട്ടായ്മയിലേക്ക് തിരിച്ചു വരാം, ദൈവത്തിൻ്റെ സന്തോഷം നമുക്ക് അനുഭവിക്കാം. അതിനായിട്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ താഴ്ത്തി ഏൽപ്പിക്കാം. ദൈവം ധാരാളമായിട്ട് കൃപ നൽകി തരട്ടെ.